ിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയ നടപടി റദ്ദാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി. വോട്ട് നീക്കിയത് ചട്ടപ്രകാരമല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വൈഷ്ണയും പരാതിക്കാരനായ ധനേഷും ഹിയറിംഗിന് ഹാജരായത്. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു. ഫൈസൽ, നിർണായകമായ ഒരു ഉത്തരവാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. വൈഷ്ണയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്നൊരു ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, അത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് രാവിലെ കോൺഗ്രസിനെ സംബന്ധിച്ച്, കോഴിക്കോട് സംബന്ധിച്ച് തിരിച്ചടിയാണെങ്കിൽ വൈകുന്നേരമായപ്പോഴേക്കും അത് ആശ്വാസത്തിന്റെ വാർത്തയായി മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് വൈഷ്ണ മത്സരിക്കുന്നത്. ആ പത്രിക നൽകാം എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ ഒരു കേസിൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ബുധനാഴ്ചക്കകം ഉത്തരവിറക്കണമെന്ന കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലൊരു നിർദ്ദേശം ഇറക്കിയിരിക്കുന്നത്, ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. വൈഷ്ണയ്ക്ക് പത്രിക സമർപ്പിക്കാം എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിൽ പറയുന്നത്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ ഒരു നടപടി, അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവ് എന്ന് പറയുന്നത്. മുട്ടടയിലെ UDF സ്ഥാനാർത്ഥിയാണ് വൈഷ്ണ മത്സരിക്കുന്നത്. ഇതൊരു തൻ്റെ വൈഷ്ണയുടെ അഡ്രസ്സിലെ ഒരു ചെറിയ ക്ലറിക്കൽ മിസ്റ്റേക്ക്, ചെറിയൊരു തെറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഒരു പരാതി നൽകിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് വൈഷ്ണയുടെ പേര് ഈ വൈഷ്ണയുടെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വൈഷ്ണ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി വൈഷ്ണയുടെ ഹർജിയിൽ ഇവർക്ക് രൂക്ഷമായൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ആ കേസ് ഹർജി പരിഗണിച്ചത്. അതായത് 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവർക്ക് സ്ഥാനാർത്ഥിയാകാൻ അവസരം നിഷേധിക്കരുത്, അത് അവരുടെ ഒരു സ്ഥാനാർത്ഥിയായി പരിഗണിക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വൈഷ്ണയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ ഒരു നടപടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. വൈഷ്ണയ്ക്ക് മത്സരിക്കാം എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥിയാണ്, UDF സ്ഥാനാർത്ഥിയാണ് വൈഷ്ണ. ഇതിനകം തന്നെ പ്രചാരണം തുടങ്ങിയിരുന്നു. ശക്തമായ മത്സരമാണ് നടക്കുന്നതെന്നാണ് ശക്തമായ മത്സരത്തിന് ഒരു സാക്ഷിയാകുന്ന ഒരു മണ്ഡലമാണ് ഈ മുട്ടട വാർഡ് എന്ന് പറയുന്നത്. ഏതായാലും മുട്ടട വാർഡിൽ തന്നെ പത്രിക നൽകാം എന്ന് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. ആ വോട്ട് വെട്ടിമാറ്റിയ നടപടി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് തന്നെ പേര് പുനഃസ്ഥാപിച്ച് കമ്മീഷനെ അറിയിക്കണമെന്നടക്കമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും അത് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു. അതായത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ബുധനാഴ്ചക്കകം ഈ ഒരു വിഷയത്തിൽ ഉത്തരവ് ഇറക്കണം എന്നുള്ള കർശന നിർദ്ദേശം. ഇപ്പോൾ KSU സംസ്ഥാന പ്രസിഡന്റായ അലൂഷ്യസ് സേവ്യർ നമ്മളോടൊപ്പം ചേരുന്നു. അലൂഷ്യസ്, നിർണായകമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താണ് ഈ ഒരു വിഷയത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? ഈ വിഷയം സ്വാഭാവികമായിട്ടും തുടക്കം വൈഷ്ണ എന്ന് പറയുന്ന കേവലം 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരി മത്സര രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അതിനെ വലിയ ഭയാശങ്കയോടുകൂടി കണ്ട CPIM ഏതു വിധേനയും വൈഷ്ണയെ മാനസികമായി തളർത്തുക എന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി. അതിനുശേഷമുണ്ടായ സംഭവവികാസങ്ങളെല്ലാം കേരളീയ പൊതുസമൂഹം നോക്കിക്കണ്ടതാണ്. ഒടുവിൽ ഹൈക്കോടതിയിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം വന്നു. അതിനുശേഷം ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈഷ്ണയ്ക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം, മത്സരിക്കാമെന്ന തരത്തിലേക്ക് ഒരു ഉത്തരവ് ഇറങ്ങുമ്പോൾ ഇത് CPMന് ഏറ്റ കനത്ത പ്രഹരമായിട്ട് ഞങ്ങൾ അതിനെ നോക്കിക്കാണുകയാണ്. കാരണം ജനാധിപത്യ പ്രക്രിയയെ എല്ലാവിധത്തിലും ജനാധിപത്യപരമായ രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കരുത് എന്ന CPMന്റെ ഒരു ദുഷ്ടലാക്കാണ് വൈഷ്ണയുടെ വോട്ട് കിട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയത്. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലേക്കുള്ള ഒരു തീരുമാനം വരുമ്പോൾ അതിനെ വളരെ പോസിറ്റീവായി തന്നെ ഞങ്ങൾ അതിനെ നോക്കിക്കാണുകയാണ്. തീർച്ചയായും ഇത്തരത്തിൽ ഒരു അനുകൂലമായ ഒരു വിധി വരും എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടായിരുന്നു? തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് അന്നുണ്ടായ നിരീക്ഷണം തന്നെ വളരെ പോസിറ്റീവായി തന്നെയാണ് വന്നത്. കാരണം കേവലം 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ഇലക്ഷൻ കമ്മീഷനും അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾ എല്ലാവരും ചെയ്യേണ്ടത്. മറിച്ച് ഇവിടെ ഏതു വിധേനയും വൈഷ്ണവ് മത്സരിക്കരുത് എന്ന ഒരു തീരുമാനം എടുത്ത മട്ടിലായിരുന്നു CPMന്റെ നടപടിക്രമങ്ങളും അല്ലെങ്കിൽ അവരുടെ എല്ലാം ഇടപെടലുകൾ ഇതുമായി ഉണ്ടായത്. എന്നിരുന്നാലും
40 വർഷക്കാലമായി ഇടതുപക്ഷം ഭരിച്ചിരുന്ന ഒരു കോർപ്പറേഷനിൽ അവർക്ക് വികസനത്തെപ്പറ്റി യാതൊന്നും സംസാരിക്കാനില്ലാത്ത സാഹചര്യത്തിലാണ് വൈഷ്ണവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരിയെ മാനസികമായി തളർത്തുക, സ്ഥാനാർത്ഥിയിൽ നിന്ന് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് CPM മുന്നോട്ട് പോയത്. എന്നാലും വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തെ കേരള പൊതുസമൂഹം ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം കോടതിയുടെ നിരീക്ഷണമെല്ലാം വളരെ പോസിറ്റീവായി വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായ തീരുമാനത്തെ എല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നല്ല രീതിയിൽ വൈഷ്ണവ് മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു കണക്കൂട്ടൽ. ഈ ഒരു പത്രിക സമർപ്പിക്കാനായിട്ടുള്ള തീരുമാനങ്ങളടക്കം ഇപ്പോൾ എടുത്തിട്ടുണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? അല്ല, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അവിടെ പ്രാദേശികമായ തലങ്ങളിൽ അതിന്റെ കോർഡിനേഷനുകൾ കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട്. അത് വരും മുറയ്ക്ക് അത് കൂടുതലായി മാധ്യമങ്ങളെ അറിയിക്കുന്നതാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ അലോഷ്യസ് സേവ്യർ. ഫൈസൽ അസീസ് ചേർന്നു. ഫൈസൽ, ഈ ഒരു വിഷയത്തിൽ അനുകൂലമായ ഒരു വിധി ലഭിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അലോഷ്യസ് സേവ്യർ അടക്കം നമ്മളോട് പറഞ്ഞത്. ഫൈസൽ, തുടരാം. തീർച്ചയായും ദീപ്തി, അത് തന്നെയാണ്. അതായത് ഈ കോടതിയുടെ ഒരു നിരീക്ഷണം പുറത്തു വന്നപ്പോൾ തന്നെ വൈഷ്ണയ്ക്ക് ഒരു ആശ്വാസം ഉണ്ടായിരുന്ന ഒരു വിധി തന്നെയായിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്ന്, ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡ് സ്ഥാനാർത്ഥിയായ ഈ ഒരു വൈഷ്ണയുടെ ഒരു അഡ്രസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചെറിയൊരു തെറ്റ് അതിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് വൈഷ്ണയെ നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ വൈഷ്ണ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. CPMന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരുന്നത്. അങ്ങനെ ആ ഹൈക്കോടതിയെ സംബന്ധിച്ച് ഹൈക്കോടതി അനുകൂല വിധി വാങ്ങിയെടുക്കുകയും ചെയ്തു. ഈ CPM ഈ പരാതി നൽകിയ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ ഹാജരാക്കിക്കൊണ്ട് തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ വൈഷ്ണയ്ക്ക് സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ ഒരു വിധി എന്ന് പറയുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ VM ബിനുവിൻ്റെ കേസ് നമ്മൾ കണ്ടതാണ്. ഹൈക്കോടതിയുടെ ഭാഗത്ത് വലിയൊരു തിരിച്ചടി, അത് കോൺഗ്രസിനെ വളരെയധികം ഒരു പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്നുള്ള ഈ ഒരു ഉത്തരവിൽ കോൺഗ്രസിന് അല്പമെങ്കിലും ഒരു ആശ്വാസം എന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അലോഷ്യസ് സേവ്യർ പറഞ്ഞതുപോലെ, നമ്മുടെ നേരത്തെ പ്രതികരിച്ചു KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞതുപോലെ വിധി അനുകൂലമായതിൽ സന്തോഷമെന്ന് തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ ഒരു വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ആശ്വാസകരമായി മാറിയിരിക്കുകയാണ് വൈഷ്ണയുടെ വിധി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി വൈഷ്ണയ്ക്ക് മത്സരിക്കാം എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. വൈഷ്ണയ്ക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയ നടപടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. വോട്ട് നീക്കിയത് ചട്ടപ്രകാരമല്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വൈഷ്ണ പരാതിക്കാരനായ ധനേഷും ഹിയറിംഗിന് ഹാജരായത്. ഇപ്പോൾ അനുകൂലമായ ഒരു ഉത്തരവ് തന്നെയാണ് വന്നിരിക്കുന്നത്. മുട്ടട വാർഡിൽ നിന്ന് തന്നെയായിരിക്കും വൈഷ്ണ മത്സരിക്കാനുള്ള ഒരു ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയ നടപടി അടക്കം റദ്ദാക്കിയ നടപടി ഇപ്പോൾ റദ്ദാക്കിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. വോട്ട് നീക്കിയത് ചട്ടപ്രകാരമല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിൽ പറയുന്നത്. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പറയുന്നതൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് കോടതി കുറ്റപ്പെടുത്തി. എന്തിനാണ് പരിധി വിട്ട ആളുകളെ കയറ്റുന്നതെന്ന് കോടതി ചോദിച്ചു. ഏകോപനമില്ലെന്നും ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാട്ടി. വെർച്വൽ ക്യൂ നിയന്ത്രിക്കണം, വരുന്നവരെയെല്ലാം കയറ്റി വിടരുത്. തിരക്ക് നിയന്ത്രിക്കാനും കോടതി ദേവസ്വം ബോർഡിനും പോലീസിനും നിർദ്ദേശം നൽകി. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടാണ് കോടതി പരിഗണിച്ചത്. മണ്ഡലകാലത്ത് പമ്പയിലും നിലയ്ക്കലും അടക്കം എത്രത്തോളം ആളുകളെ ഉൾക്കൊള്ളാനാവും എന്നുള്ളത് കണ്ടെത്തണം. ശബരിമലയിലെ 5 മുതൽ 6 ഭാഗങ്ങളായി തിരിക്കണം. ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു.
ശബരിമല ദർശനത്തിനുള്ള സ്പോട്ട് ബുക്കിംഗ് കുറച്ച ഹൈക്കോടതി. പ്രതിദിന ബുക്കിംഗ് 5000 കുറച്ചത്. തിങ്കളാഴ്ച വരെയാണ് നിയന്ത്രണം. കാനനപാത വഴി 5000 പേരെ മാത്രമേ ഇനി കടത്തിവിടൂ. വനം വകുപ്പാണ് പാസ് നൽകുക. കൂടുതലായി എത്തുന്നവർക്ക് അടുത്ത ദിവസം ദർശനത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും. നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കും. പമ്പയിലെത്തുന്ന ഭക്തർക്ക് ശബരിമല ദർശനം പൂർത്തിയാക്കി നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ മടങ്ങിപ്പോകാൻ സാഹചര്യമൊരുക്കും. എല്ലായിടത്തും ഭക്തർക്ക് കുടിവെള്ളം ഉറപ്പാക്കും. ഇതിനു പുറമെ ലഘുഭക്ഷണവും ചുക്ക് കാപ്പിയും നൽകും. കഴിഞ്ഞ ദിവസം ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് ഉണ്ടായത്. ശബരിമല തീർത്ഥാടന കാലത്തെ സർക്കാർ കുഴപ്പത്തിലാക്കുകയാണെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അയ്യപ്പ ഭക്തർ മല കയറാതെ തിരിച്ചു പോകുന്നു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ UDF രംഗത്തിറങ്ങുമെന്നും UDF പ്രതിനിധി സംഘം ശബരിമല സന്ദർശിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അപ്പം മനഃപൂർവ്വം അവര് വീണ്ടും ശബരിമലയിലെ സീസൺ മുഴുവൻ എത്ര അയ്യപ്പ ഭക്തരാണ് ദർശനം നടത്താൻ കഴിയാതെ തിരിച്ചു പോയത്? പമ്പയിൽ പോലും എത്താൻ കഴിയാതെ പന്തളത്ത് വന്ന് മാല ഊരി തിരിച്ചുപോയ അയ്യപ്പ ഭക്തന്മാർ ആയിരക്കണക്കിനാണ്. ശബരിമല സീസണെ ഇത്രമാത്രം കുഴപ്പത്തിലാക്കിയ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഗൗരവത്തോടുകൂടി ആലോചിക്കുകയാണ്. ഇത് നിയന്ത്രിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് അടിയന്തരമായി സ്വീകരിച്ചില്ലെങ്കിൽ UDFന്റെ ഒരു പ്രതിനിധി സംഘം ശബരിമല സന്ദർശിക്കും. ശബരിമല തീർത്ഥാടനം ആരംഭിച്ചിട്ടും ഇതര സംസ്ഥാന തീർത്ഥാടകർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അധികൃതർ ഒരുക്കുന്നില്ലെന്ന പരാതി. ശബരിമല പാതയിൽ ഇതര സംസ്ഥാന തീർത്ഥാടകർ വിശ്രമത്തിനായി എത്തുന്ന കൊല്ലം, മുക്കടവ്, കടക്കാമൺ, വാഴത്തോപ്പ് പ്രദേശങ്ങളിലാണ് സൗകര്യങ്ങളില്ലാതെ ഭക്തർ വലയുന്നത്. വിരിവയ്ക്കാനോ ആഹാരം പാചകം ചെയ്ത് കഴിക്കാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനോ സൗകര്യമില്ലാത്ത കുട്ടികളടക്കമുള്ള തീർത്ഥാടകർ ബുദ്ധിമുട്ടുകയാണ്. കുടിവെള്ളത്തിനായി സമീപത്തെ പുഴകളെയാണ് ഭക്തർ ആശ്രയിക്കുന്നത്. എന്നാൽ ശക്തമായ ഒഴുക്കുള്ള ജലാശയങ്ങൾ സൂചന ബോർഡുകൾ സ്ഥാപിക്കുന്നതിനോ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നതിനോ അധികൃതർ തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. ശബരിമലയിൽ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നില്ലെന്ന് ആരോപിച്ച് ശബരിമല കർമ്മസമിതി. രാഷ്ട്രീയ വിരുദ്ധമായി ഒരു ദേവസ്വം ബോർഡ് ശബരിമലയ്ക്ക് അനിവാര്യമാണ്. ഈശ്വര വിശ്വാസികളല്ലാത്തവർ ഭരിക്കുമ്പോൾ ഇതിനപ്പുറം സംഭവിക്കുമെന്നും അഡ്വക്കേറ്റ് കെ ഹരിദാസ് കേരള വിഷൻ ന്യൂസിനോട് പത്തനംതിട്ടയിൽ പറഞ്ഞു. ഭക്തർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കാത്ത ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ശബരിമല കർമ്മസമിതി നടത്തിയ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയും വേഗം ഒരുക്കിയില്ലെങ്കിൽ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുമെന്നും അയ്യപ്പ സേവാ സമാജം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജയൻ ചെറുവള്ളിയിൽ പറഞ്ഞു. ഇത് യാതൊരു പ്ലാനിങ്ങും പദ്ധതിയും ഇല്ല. അവിടെ കട്ടള എങ്ങനെ നടക്കാം, ചെമ്പുവാളി എങ്ങനെ കൊണ്ടുപോകാം, ശ്രീകോവിലിന്റെ സ്വർണം പൂശിയതൊക്കെ എങ്ങനെ അടിച്ചു മാറ്റാം, ഇതാണ് അവിടെ ഉള്ള ഭരണാധികാരികളുടെ ആഗ്രഹവും ലക്ഷ്യവും. അപ്പൊ അതുകൊണ്ടാണ് ഈ പാളിച്ച സംഭവിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ വിമുക്തമായ ഒരു ദേവസ്വം ബോർഡ് ശബരിമലയ്ക്ക് അനിവാര്യമാണ്, യാതൊരു സംശയമുണ്ട്. ഇനി ഈ രാഷ്ട്രീയക്കാരെ നിറച്ചിട്ടുള്ള ഒരു ഭരണസമിതിയെ അവിടെ നിലനിർത്തിക്കൊണ്ട് ശബരിമല തീർത്ഥാടനം ഭംഗിയായിട്ട് നടത്താൻ കഴിയില്ല. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ഈ ദേവസ്വം ബോർഡിന് എതിരെ അല്ലെ ഭരണാധികാരികൾക്കെതിരെ ഉണ്ടാകും എന്നുള്ളതിന് സംശയം വേണ്ട. ദേവസ്വം ബോർഡിനും അല്ലെങ്കിൽ സർക്കാരിനൊക്കെ തന്നെ നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് വളരെ യാഥാർത്ഥ്യം. കാരണം മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട അവലോകന യോഗങ്ങൾ മന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിക്കാറുണ്ട്. ഇത്തവണ അങ്ങനെയുള്ള അവലോകന യോഗങ്ങൾ ഒന്നും തന്നെ വിളിച്ചിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല. ക്രൗഡ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണം ഇതൊന്നും തന്നെ അവര് വേണ്ട വിധത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൂടാതെ ശബരിമലയില് മുൻകാലങ്ങളിലൊക്കെ തന്നെ ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കാറുണ്ടാണ്. പമ്പയിലൊക്കെ തന്നെ ഇത്തവണ പമ്പയിലൊക്കെ ബയോ ടോയ്ലറ്റുകൾ ഒന്നും തന്നെ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വാർത്തകൾ തുടർന്നു. ആലപ്പുഴ ജില്ലയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് കടുത്ത സമ്മർദ്ദം. BLOമാരെ ജില്ലാ കളക്ടർ ശാസിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. ചടങ്ങിന് വേണ്ടിയാണ് BLOമാർ പണിയെടുക്കുന്നത്. ഫീൽഡിൽ നേരിട്ടിറങ്ങി നടപടി സ്വീകരിക്കുമെന്നും വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. കണ്ണൂരിലെ BLOയുടെ ആത്മഹത്യയെ ലഘൂകരിക്കുന്ന പ്രസ്താവനയുമായി ആലപ്പുഴ ചെങ്ങന്നൂർ ഡെപ്യൂട്ടി തഹസിൽദാർ സജീവ്. ഇത്തരം ആത്മഹത്യ ബഹുരാഷ്ട്ര കമ്പനികളിൽ പോലും ഉണ്ടാകുന്നില്ലേ എന്നായിരുന്നു ഡെപ്യൂട്ടി തഹസിൽദാരുടെ ചോദ്യം. എല്ലാവർക്കും ഒരേ മാനസികാവസ്ഥ അല്ലല്ലോ എന്ന BLOമാരുടെ മറുചോദ്യത്തിന് ശാസനയായിരുന്നു മറുപടി.
നമുക്കൊരു ടൈം ബോണ്ട് തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ഡിസംബർ 5 വരെയാണ് പറഞ്ഞത്. അതിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും, അത് തീർക്കുകയും ചെയ്യും. അല്ലാതെ ഈ സമ്മർദ്ദം IT ഫീൽഡിലുള്ളവർ സമ്മർദ്ദം കൂടുതലുണ്ട്, അവർ ആത്മഹത്യ ചെയ്യുന്നു, അതിനെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലർക്ക് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ, മനുഷ്യരെല്ലാം പല സാഹചര്യങ്ങളും പല രീതിയിലുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അല്ലാതെ ഒരു മരണത്തെ വേറെ ഇത് വെച്ചുകൊണ്ട് ന്യായീകരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉറപ്പാക്കുമെന്ന് AP അനിൽകുമാർ MLA. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ വിശ്വാസ്യത ഉറപ്പാക്കുന്നതിൽ BLOമാർക്ക് നിർണായക പങ്കുണ്ട്. അതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളും സമ്മർദ്ദങ്ങളും അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. BLOമാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കണം. പൂർണ്ണമായിട്ടും മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഉണ്ടാവണം. അതിന് തടസ്സം നിൽക്കുന്ന നിലപാട് CPMന്റെ ഭാഗത്തുനിന്നോ അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവരുത്. BJPയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അജണ്ടയെ അതിജീവിക്കണമെങ്കിൽ വ്യക്തമായും മുഴുവൻ ആളുകളെയും, അർഹതപ്പെട്ട മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള നടപടിയാണ് ഉണ്ടാവേണ്ടത്. ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ SIRനെതിരെ ആണ് ഗവൺമെന്റെങ്കിൽ SIRനെതിരെയുള്ള നടപടി CPM ആത്മാർത്ഥമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിനുള്ള സാഹചര്യമാണ് ഗവൺമെന്റ് ഒരുക്കി കൊടുക്കേണ്ടത്. SIR വോട്ടർ പട്ടിക നവീകരണത്തിനായി തൃശൂർ അന്തിക്കാട് വില്ലേജ് ഓഫീസ് ഹെൽപ്പ് ഡെസ്ക് സൗകര്യമൊരുക്കുന്നു. വില്ലേജ് പരിധിയിൽ ഉൾപ്പെടുന്ന 30 മുതൽ 39 വരെയുള്ള ബൂത്തുകളിലെ വോട്ടർമാർക്ക് വേണ്ടിയാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുക. വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ ദിവസവും രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 വരെ അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുക. എന്യൂമറേഷൻ ഫോമുകൾ ലഭ്യമാക്കുന്നതിനും ഫോമുകൾ സ്വീകരിക്കുന്നതിനും പൂരിപ്പിക്കുന്നതിനും ഹെൽപ്പ് ഡെസ്ക് സഹായിക്കും. SIR വോട്ടർ പട്ടിക നവീകരണവുമായി ബന്ധപ്പെട്ട് അന്തിക്കാട് വില്ലേജിൻ്റെ പരിധിയിൽ വരുന്ന ബൂത്ത് നമ്പർ 30 മുതൽ 39 വരെയുള്ള ബൂത്തുകളിലെ എന്യൂമറേഷൻ ഫോം സ്വീകരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും സ്വീകരിക്കുന്നതിനും ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട്. GLPS അന്തിക്കാട് സ്കൂളിൽ വെച്ചിട്ട് 20-ാം തീയതി മുതൽ 23-ാം തീയതി വരെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നടത്തുന്നുണ്ട്. പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ഇടയിലും സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി മുന്നോട്ട് തന്നെയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. നിലവിലെ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾക്കും ഭരണഘടനാ വിധികൾക്കും അനുസരിച്ച് മാത്രമാണ് വോട്ടർ പട്ടിക തീവ്ര പരിശോധന നടക്കുന്നത്. BLOമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവിഭാജ്യ ഘടകമാണ്. BLOമാരെ ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് ക്രിമിനൽ കുറ്റമാണെന്നും കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. ബംഗാളിൽ വീണ്ടും BLO ജീവനൊടുക്കി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദമാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് കുടുംബം ആരോപിച്ചു. ജയ്പാൽഗുരി ജില്ലയിലെ മാൾ എന്ന ഗ്രാമത്തിലാണ് BLO ജീവനൊടുക്കിയത്. കഴിഞ്ഞ ദിവസം കിഴക്കൻ ബർദ്വാർ ജില്ലയിലെ ഒരു BLO ജീവനൊടുക്കിയിരുന്നു. SIR ആരംഭിച്ചതിനു ശേഷം 28 ബംഗാൾ BLOമാർ മരിച്ചുവെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു. ചിലർ ഭയം മൂലവും മറ്റുള്ളവർ സമ്മർദ്ദം മൂലവുമാണ് മരിച്ചതെന്ന് മമതാ ബാനർജി Xൽ കുറിച്ചു. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാനായി മാറ്റി. ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. സംസ്ഥാന സർക്കാർ, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPIM എന്നിവരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ മുസ്ലിം ലീഗിന്റെ അഭിഭാഷകൻ ഹാരിസ് ബീരൻ കേസ് പരാമർശിക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ SIR നടപ്പിലാക്കുന്നതിലെ പ്രതിസന്ധിയും BLOമാരുടെ ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങളും അദ്ദേഹം ഉന്നയിച്ചു. തുടർന്ന് എല്ലാ ഹർജികളും ഒരുമിച്ച് പരിഗണിക്കാമെന്നും വിശദമായ വാദം കേൾക്കാമെന്നും ചീഫ് ജസ്റ്റിസ് BR ഗവായി അറിയിക്കുകയായിരുന്നു. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ വ്രതശുദ്ധിയുടെ നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയോടൊപ്പം. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.
വെർച്വൽ ക്യൂ പാസ് ഉണ്ടായിട്ടും തിരക്ക് മൂലം ശബരിമലയിൽ ദർശനം നടത്താതെ മടങ്ങിയ സംഘത്തിന് സുഗമമായി ദർശനമൊരുക്കി കേരള പോലീസ്. കൊല്ലം കല്ലമ്പലം സ്വദേശി ഗിരിജ മുരളിയും 2 കുട്ടികളും ഉൾപ്പെടെയുള്ള 8-അംഗ സംഘത്തിനാണ് ADGP S ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ദർശന സൗകര്യമൊരുക്കിയത്. ഇന്നലെ പമ്പയിലെത്തിയ സംഘം ഭക്തജന തിരക്ക് മൂലം നിലയ്ക്കലിലേക്ക് തിരിച്ചുപോയിരുന്നു. ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ശബരിമല പോലീസ് ചീഫ് കോർഡിനേറ്റർ കൂടിയായ ADGP പോലീസ് ഉദ്യോഗസ്ഥരോട് ഇവർക്ക് ദർശനം ഉറപ്പാക്കാനുള്ള നടപടിക്ക് നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് ഇവർ പോലീസിന്റെ സഹായത്തോടെ സന്നിധാനത്തെത്തി ദർശനം നടത്തുകയായിരുന്നു. വെർച്വൽ ക്യൂ പാസ് എടുത്ത് എത്തുന്ന എല്ലാ ഭക്തർക്കും ദർശനം ഉറപ്പാക്കുമെന്നും ADGP S ശ്രീജിത്ത് പറഞ്ഞു. ഇന്നലെ കുറച്ച് നേരത്തേക്ക് കുറേ ഇൻഫിൽട്രേഷൻ നടന്നുകൊണ്ട് വിചാരിക്കാത്ത ആൾക്കാർ കയറി വന്നതുകൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അത് നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് രോഗികളായിട്ടുള്ള ചിലർക്ക് ദർശനം കിട്ടാതെ മടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അവരെ നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ വീണ്ടും വരാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചു. അവർ എറണാകുളത്ത് കൊണ്ടുവന്ന് തൊഴിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും ജനുവിനായിട്ടുള്ള ഭക്തർക്ക് അവരുടെ വെർച്വൽ ക്യൂ എല്ലാം കിട്ടിയതിന് ശേഷം എന്തെങ്കിലും കാരണവശാൽ അവർക്ക് തൊടാൻ പറ്റാതെ പോയാൽ അവർക്ക് വീണ്ടും അവസരം കൊടുക്കുന്നതാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. അവരുടെ വെർച്വൽ ക്യൂ പാസ് അവർ വന്നിട്ട് ദർശനം കിട്ടിയില്ല എന്നുള്ളതിൻ്റെ രേഖ അവരുടെ കയ്യിലുണ്ടാവും. അവർ നമ്മളെ ബോധിപ്പിച്ചാൽ മാത്രം മതി. വീണ്ടും അവർക്ക് ദർശനം കൊടുക്കുന്നതായിരിക്കും. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ വ്രതശുദ്ധിയുടെ നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയോടൊപ്പം. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. തിരുവനന്തപുരത്ത് ശബരിമല തീർത്ഥാടകന്റെ 8 പവന്റെ സ്വർണ്ണമാല മോഷണം പോയതായി പരാതി. ഇന്ന് പുലർച്ചെയോടെ ശബരിമല ദർശനത്തിന് ശേഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് സംഭവം. ബംഗളൂരു സ്വദേശി കോട്ടയ്ക്കകത്തെ പാർക്കിങ്ങിൽ വിശ്രമിക്കുമ്പോഴാണ് മാല പൊട്ടിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. മോഷ്ടാവ് മാല പൊട്ടിക്കുന്നതും ഓടി രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. കോഴിക്കോട് കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് മാറ്റിയത് ചോദ്യം ചെയ്തുള്ള VM വിനുവിന്റെ ഹർജി കോടതി തള്ളി. VM വിനുവിന് മത്സരിക്കാനാകില്ല. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു. ഫൈസൽ, VM വിനുവിന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് മാറ്റിയത് ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് കോടതി തള്ളിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട് കോർപ്പറേഷനിലെ കല്ലായി ഡിവിഷനിലാണ് VM വിനുവിനെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിയാണ് VM വിനുവിനെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരം 3 ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ആ ഹൈക്കോടതി അത് തള്ളുകയായിരുന്നു. അതായത് VM വിനുവിനെ ഇനി മത്സരിക്കാൻ സാധിക്കില്ല. രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഈ ഹർജി തള്ളിയത്. അതായത് താങ്കൾ ഈ രാജ്യത്തെ പൗരനല്ലേ എന്നാണ് കോടതി VM വിനുവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതും അതിന്മേൽ എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കാൻ മാധ്യമങ്ങളിലൂടെയും മറ്റും അറിയിക്കുകയും ചെയ്തത് അറിഞ്ഞില്ലേ എന്നും കോടതി ചോദിക്കുന്നുണ്ട്. സെലിബ്രിറ്റി പത്രം വായിക്കാറില്ലേ എന്നും കോടതി VM വിനുവിനെ പരിഹസിക്കുന്നുമുണ്ട്. സെലിബ്രിറ്റി ആയതുകൊണ്ട് അനുകൂല ഉത്തരവ് നൽകാനാവില്ല എന്നാണ് കോടതി പറയുന്നത്. നിങ്ങളുടെ കഴിവുകേടിനെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തരുതെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഇത് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന് ഇപ്പോൾ മത്സരിക്കാൻ സാധിക്കില്ല. പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കുമെന്നാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് VM വിനുവിന് വോട്ടില്ല എന്നത് സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് കല്ലായി ഡിവിഷനിൽ ഒരു സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കുകയും ചെയ്യും. കോടതി വിധി അംഗീകരിക്കുന്നു എന്നാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസ് ഉയർത്തിയ മറ്റൊരു കാര്യമാണ്. അതായത് ഈ വൈഷ്ണയുടെ അതായത് തിരുവനന്തപുരം മുട്ടട വാർഡ് സ്വദേശി സ്ഥാനാർത്ഥിയായ വൈഷ്ണയുടെ സംഭവവുമായി കുറുത്തിണക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇതിനെ വാദിച്ചത്. എന്നാൽ വൈഷ്ണയുടെ കേസും വൈഷ്ണയുടെ ഹർജിയും ഇതും രണ്ടും രണ്ടാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്.
മുട്ടട കേസുമായി ഈ കേസിനെ താരതമ്യം ചെയ്യേണ്ടതില്ലെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കരട് വോട്ടർ പട്ടികയിൽ പോലും പേരില്ലാത്തതിനാലാണ് കോടതിക്ക് ഒന്നും ചെയ്യാനാവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് കോഴിക്കോട് DC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ VM വിനുവിനെ സംബന്ധിച്ച് മാത്രമല്ല കോഴിക്കോട് കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയൊരു തിരിച്ചടിയാണ് ഈ സംഭവത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കൊച്ചി എളമക്കരയിൽ 12 വയസ്സുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയായ അമ്മയെ പൊതുവിതരണ വകുപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കി എന്നൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. ഇവർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം എളമക്കര പോലീസ് കേസെടുക്കുകയും ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പൊതുവിതരണ വകുപ്പിൽ ജോലി ചെയ്യുന്ന കുട്ടിയുടെ അമ്മയെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയിരിക്കുന്നത്. എളമക്കരയിലാണ് 12 വയസ്സുകാരനെ അമ്മയും ആൺസുഹൃത്തും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ പ്രതിയായ അമ്മയെ പൊതുവിതരണ വകുപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്താണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇവർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം എളമക്കര പോലീസ് കേസെടുക്കുകയും ഇവരെ റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പൊതുവിതരണ വകുപ്പിൽ ജോലി ചെയ്തിരുന്ന കുട്ടിയുടെ അമ്മയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കുട്ടി അമ്മയ്ക്കൊപ്പം കിടന്നതാണ് ആൺസുഹൃത്തിനെ പ്രകോപിച്ചത്. ഇതാണ് കുട്ടിയെ മർദ്ദിക്കാനുള്ള ഒരു കാരണമായി പറയുന്നത്. തലയ്ക്കും ശരീരത്തിനും സാരമായി പരിക്കേറ്റ കുട്ടിയെ പരിശോധനയ്ക്ക് എത്തിച്ച ആശുപത്രിയിലെ അധികൃതരാണ് സംഭവം പോലീസിനെ അറിയിക്കുന്നത്. 12 വയസ്സുകാരനെയാണ് എളമക്കരയിൽ അമ്മയും ആൺസുഹൃത്തും ചേർന്ന് മർദ്ദിച്ചത്. ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ അമ്മയ്ക്കെതിരെ ഒരു നടപടി എടുത്തിരിക്കുന്നത്. അമ്മയെ പൊതുവിതരണ വകുപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്താണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇവർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം എളമക്കര പോലീസ് കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നവംബർ 13-നാണ് ഇത്തരത്തിൽ കേസിന് ആസ്പദമായ ഒരു സംഭവം ഉണ്ടായത്. കുട്ടി അമ്മയ്ക്കൊപ്പം കിടന്നതാണ് ആൺസുഹൃത്തിനെ പ്രകോപിപ്പിച്ചത്. ഇതാണ് ഒരു മർദ്ദനത്തിലേക്ക് കലാശിച്ചത്. 12 വയസ്സുകാരനെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. ഈ ഒരു സംഭവത്തിലാണ് അമ്മയും ആൺസുഹൃത്തും അറസ്റ്റിലായത്. ഇവരെ റിമാൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെയാണ് അമ്മയെ പൊതുവിതരണ വകുപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇവർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് എളമക്കര പോലീസ് കേസെടുത്തത്. ഇവരെ റിമാൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിന് പിന്നാലെയാണ് പൊതുവിതരണ വകുപ്പിൽ ജോലി ചെയ്യുന്ന കുട്ടിയുടെ അമ്മയെ സസ്പെൻഡ് ചെയ്തത്. എളമക്കരയിലാണ് 12 വയസ്സുകാരനെ അമ്മയും ആൺസുഹൃത്തും ചേർന്ന് മർദ്ദിച്ചത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി താൻ മാനിക്കുന്നുവെന്ന് സംവിധായകൻ VM വിനു കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. UDF ആണ് തന്നെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. UDF-നായി താൻ പ്രചാരണ രംഗത്ത് സജീവമായി ഉണ്ടാകും. സ്ഥാനവും അധികാരവുമല്ല പ്രധാനം. UDF അധികാരത്തിൽ വരികയാണ് തന്റെ ലക്ഷ്യമെന്നും കോൺഗ്രസിനെയും UDF-നെയും താൻ തള്ളിപ്പറയില്ല. BLO അടക്കമുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായി ഡ്യൂട്ടി നിർവഹിക്കാത്തതിന്റെ പരിണിത ഫലമാണ് താൻ നേരിട്ടത്. കോഴിക്കോടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് സ്ഥാനാർത്ഥിയായതെന്നും VM വിനു കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കോടതി വിധി ഞാൻ മാനിക്കുന്നു, അതുപോലെ അനുസരിക്കാൻ തയ്യാറാവുന്നു. അത്ര വേറെ ഒന്നുമില്ല. എപ്പോ വേണമെങ്കിലും എനിക്ക് പോയി പ്രവർത്തിക്കണം തോന്നിക്കഴിഞ്ഞാൽ പ്രവർത്തിക്കുക. അത്രയാണ്. UDF അല്ലേ എന്നെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. അപ്പൊ അവരെ കൂടെ നിൽക്കണം, അത്ര തന്നെയല്ലേ ഉള്ളൂ. അതിന് സ്ഥാനം കിട്ടുക, അധികാരത്തെ കിട്ടുക എന്നുള്ളതൊന്നല്ലേ. UDF അധികാരത്തിൽ വരിക എന്നുള്ളതല്ല നമ്മളെ പ്രധാനപ്പെട്ട കാര്യം. എന്റെ സ്ഥാനവും എന്റെ ഇതൊന്നല്ലല്ലോ പ്രാധാന്യം കൊടുക്കേണ്ടത്. UDF-ന്റെ വിജയത്തിന് വേണ്ടി നിൽക്കണം. വോട്ടർ പട്ടികയിൽ നിന്ന് കോഴിക്കോട് കോർപ്പറേഷൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി VM വിനുവിന്റെ പേരില്ലാത്ത സംഭവത്തിൽ ഹൈക്കോടതി ഹർജി തള്ളിയതിൽ കോടതി വിധി അംഗീകരിക്കുന്നുവെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. VM വിനുവിന്റെ പേര് ഇപ്പോഴും വോട്ടർ പട്ടികയിൽ ഇല്ല എന്നത് സത്യമാണ്. കല്ലായി ഡിവിഷനിൽ പുതിയ സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കുമെന്നും പ്രവീൺകുമാർ പറഞ്ഞു. VM വിനു എന്നൊരു പോലത്തെ ഒരാളുടെ വോട്ട് ഇപ്പോഴും വോട്ടർ പട്ടികയിൽ ഇല്ല എന്നൊരു സത്യമാണ്. VM വിനുവിൻ്റെ പേർ വോട്ടർ പട്ടികയിൽ ഇല്ലാതെ സംബന്ധിച്ച് ഞങ്ങൾ VM വിനു ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. രൂക്ഷമായ വിമർശനത്തോടുകൂടി ആ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. കല്ലായി ഡിവിഷനിൽ പുതിയ സ്ഥാനാർത്ഥി നാളെ പ്രഖ്യാപിക്കും. സംവിധായകനും കോഴിക്കോട് UDF-ന്റെ മേയർ സ്ഥാനാർത്ഥിയുമായിരുന്ന VM വിനുവിന് വോട്ടില്ലാത്ത സംഭവത്തിൽ കോൺഗ്രസിൽ അച്ചടക്ക നടപടി. VM വിനുവിന്
VM വിനു താമസിക്കുന്ന മലാപ്പറമ്പ് ഡിവിഷൻ കൗൺസിലർ KP രാജേഷിനെ DCC നേതൃത്വം ശാസിച്ചു. പിന്നാലെ രാജേഷിനെ രാജി DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ എഴുതി വാങ്ങിച്ചു. PM വിനുവിന് വോട്ടുണ്ട് എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വത്തെയും VM വിനുവിനെയും ഒരുപോലെ രാജേഷ് തെറ്റിദ്ധരിപ്പിച്ചു എന്ന വിലയിരുത്തലിന് പിന്നാലെയാണ് നേതൃത്വത്തിന്റെ നടപടി. കോൺഗ്രസിനും VM വിനുവിനും അപമാനമുണ്ടാക്കിയ സംഭവത്തെ വളരെ ഗൗരവത്തോടെയാണ് DCC നേതൃത്വം എടുത്തിട്ടുള്ളത്. VM വിനുവിനെ കോൺഗ്രസ് അപമാനിക്കുകയാണ് ചെയ്തതെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. VM വിനുവിന്റെ വിഷയത്തിൽ കോൺഗ്രസ് നുണ പ്രചരിപ്പിക്കുകയാണ്. 2020 അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കള്ളവോട്ടാണ്. അക്കാര്യം പരിശോധിക്കപ്പെടണം. വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കേസെടുക്കണമെന്നും M മെഹബൂബ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2025 തെരഞ്ഞെടുപ്പിന് വേണ്ടി 3 തവണ വോട്ട് ചേർത്താൻ വേണ്ടിയിട്ടുള്ള അവസരം നൽകിയിരുന്നു. ആ സന്ദർഭങ്ങളിലൊന്നും വോട്ടർ പട്ടിക പരിശോധിക്കാൻ ബാധ്യതപ്പെട്ട കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരും അതൊന്നും നോക്കാതെ, ഇയാൾ വോട്ടുണ്ടോ എന്ന് പോലും നോക്കാതെ അയാളെ സ്ഥാനാർത്ഥി ആക്കിക്കൊണ്ട് ഇറക്കിയത് അയാളെ അപമാനിക്കുന്നതിന് തുല്യമായി. സത്യത്തിൽ വിനുവിനെ അപമാനിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. സാധാരണക്കാരെ ജനങ്ങളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് വേണം, അവരാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് എല്ലാവരും ധരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെട്ടിവെച്ച നുണ പ്രചരിപ്പിക്കുകയല്ലാതെ കോൺഗ്രസിനും UDFനും മറ്റൊരു മാർഗവും ഇല്ല. വോട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 2020 ഇയാൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കള്ള വോട്ടായിരിക്കും, പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. സംവിധായകനും UDF സ്ഥാനാർത്ഥിയുമായ VM വിനുവിനോട് കോൺഗ്രസ് കാണിച്ചത് കൊലച്ചതിയെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P മോഹനൻ. ഇങ്ങനെയൊരു കൊലച്ചതിക്കെതിരെ VM വിനു നിലപാടെടുത്താൽ CPIM പിന്തുണയ്ക്കും. ഇന്നുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കൊപ്പവും നിൽക്കാത്ത അറിയപ്പെടുന്ന സംവിധായകനാണ് VM വിനു. രമേശ് ചെന്നിത്തല ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സമ്മർദ്ദം ചെലുത്തിയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. അദ്ദേഹത്തിന് വോട്ടില്ല എന്ന കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാമായിരുന്നിട്ടും മനഃപൂർവ്വം അപമാനിക്കുകയായിരുന്നു. കോൺഗ്രസ് സാംസ്കാരിക കേരളത്തോട് മാപ്പ് പറയണമെന്നും P മോഹനൻ കുറ്റപ്പെടുത്തി. സിനിമാ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകനെ, സാംസ്കാരിക പ്രവർത്തകനെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ സമുന്നത നേതൃത്വത്തിൻ്റെ ഭാഗമായ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ പോയി നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കിയതാണ്. അല്ലാതെ അദ്ദേഹം കോൺഗ്രസിൻ്റെ പിന്നാലെ ചെന്ന് എനിക്ക് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മത്സരിക്കണം, അതുകൊണ്ട് അതിനവസരം ഉണ്ടാകണം എന്ന് അദ്ദേഹം അങ്ങോട്ട് അപേക്ഷിച്ച് നിലപാടെടുത്തതായിട്ട് ആർക്കും അറിയില്ല. അങ്ങനെ സ്ഥാനാർത്ഥിയാക്കിയ കോൺഗ്രസ് നേതൃത്വത്തിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് വോട്ടർ പട്ടികയിലില്ലെന്ന്. VM വിനുവിനെ പോലുള്ള സമുന്നതനായ ഒരു സിനിമാ സംവിധായകനെ, സാംസ്കാരിക പ്രവർത്തകനെ ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം യഥാർത്ഥത്തിൽ അപമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സാംസ്കാരിക കേരളത്തോട് കോൺഗ്രസ് നേതൃത്വം ഇതിന് മാപ്പ് പറയേണ്ടതുണ്ട്. കോൺഗ്രസ്സാണ് ഇതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഈ കൊലച്ചതിക്കെതിരായി, തന്നോട് കാണിച്ചിട്ടുള്ള ഈ ക്രൂരതയ്ക്കെതിരായി അദ്ദേഹം നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരികെത്താം. വ്രതശുദ്ധി നിറയുന്ന നാളുകളിൽ വിശ്വസിച്ച് കഴിക്കാൻ മിൽമ പനീർ. ലാസർ ചേട്ടൻ, നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു സൂപ്പർ ബൈക്ക്. ഹൈ വന്നു ധനലക്ഷ്മി, വന്നു സൂപ്പർ ബൈക്ക്. വായോ വായോ ധനലക്ഷ്മിക്ക് വായോ. വണ്ടി വാങ്ങാം, വീട് വെക്കാം, ബിസിനസ് ഡ്രീം കളർഫുൾ ആക്കാം. ധനലക്ഷ്മി, ധനലക്ഷ്മി, ധനകാര്യത്തിന് ധനലക്ഷ്മി. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്, തലശ്ശേരി അതിരൂപതയുടെ സംരംഭം, കുന്നോത്ത്, ഇരിട്ടി. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിൽ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. അറിഞ്ഞോ, യൂറോപ്പ് ഇനി കൊല്ലത്തേക്ക്. കൊല്ലം തിരുമുല്ലവാരത്ത് 2 ഏക്കറിൽ ഒരുക്കിയ സ്നോ ഗ്രാമത്തിൽ ആർട്ടിഫിഷ്യൽ സ്നോ, റോയൽ ബ്രിട്ടീഷ് പരേഡ്, യൂറോപ്യൻ കൾച്ചറൽ ഷോ, യൂറോപ്യൻ ഫുഡ് ഫെസ്റ്റ്, ഫ്ലെമിംഗോ ഡാൻസ് എന്നിങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ മാസ്മരിക ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. വിളിക്കൂ 9495329847.
ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ വിത്ത് സതേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ്സ് ആൻഡ് മൾട്ടിപർപ്പസ് സൊസൈറ്റി ലിമിറ്റഡ്. ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി ബൈ CJ Smart. മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഹെയറോക്രാഫ്റ്റ്. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ഫാമിലി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി. കോൾ 9188606060. മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്. സൂപ്പർ പസഫിക് ഫൈനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്, a BSE listed NBFC. KSFയുടെ പുതിയ ഹാർമണി ചുറ്റിയുണ്ട്, ഉടനെ നീ അതിൽ ചേരണം. KSF, ഈ നാടിന്റെ ധൈര്യം. മിസ്റ്റർ മേഡ് സ്കാസു ഫ്രം സ്കാസൻ ഇന്ത്യ. വാർത്തകൾ തുടരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉള്ളൂർ വാർഡിലെ CPIM വിമത സ്ഥാനാർത്ഥിയായ K. ശ്രീകണ്ഠനെതിരെ നടപടി. ശ്രീകണ്ഠനെ ഉള്ളൂർ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി. ദേശാഭിമാനി തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫാണ് ശ്രീകണ്ഠൻ. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന് പിന്നാലെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ശ്രീകണ്ഠൻ പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു പറ്റിച്ചുവെന്നാണ് ശ്രീകണ്ഠന്റെ ആരോപണം. കോഴിക്കോട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കം. 10ാം വാർഡായ ഉച്ചക്കാവിൽ ആദ്യം പ്രഖ്യാപിച്ച UDF സ്ഥാനാർത്ഥിയെ മാറ്റി. ആദ്യം പ്രഖ്യാപിച്ച അമൃത ജ്യോതിഷിനെ മാറ്റി പകരം അനു രാജേഷിനെ സ്ഥാനാർത്ഥിയാക്കി. പ്രചാരണ പോസ്റ്ററുകൾ വരെ തയ്യാറാക്കിയതിനു ശേഷമാണ് അമൃത ജ്യോതിഷിനെ മാറ്റിയത്. സ്ഥാനാർത്ഥി മാറ്റത്തിന് പിന്നിൽ ഗ്രൂപ്പ് പോരാണെന്നാണ് പുറത്തുവരുന്ന വിവരം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,445 രൂപ, പവന് 91,560 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,460 രൂപ, പവന് 75,680 രൂപ. വെള്ളി ഗ്രാമിന് 167 രൂപ, കിലോ 1,67,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. കോഴിക്കോട് കൊടിയത്തൂരിൽ ഇടത് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ വാർഡിലേക്കുമുള്ള സ്ഥാനാർത്ഥികളും പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. റിട്ടേണിംഗ് ഓഫീസർ അയോണ തോമസ് മുൻപാകെയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. കണ്ണൂർ പയ്യന്നൂർ നഗരസഭയിൽ വിമതനായി CPIM ബ്രാഞ്ച് സെക്രട്ടറി മത്സരിക്കുന്നത് കാര ബ്രാഞ്ചിലെ C. വൈശാഖ്. കോൺഗ്രസ് എസിലെ P. ജയനാണ് LDF സ്ഥാനാർത്ഥി. അതേസമയം വൈശാഖിന്റെ സ്ഥാനാർത്ഥിത്വം അറിയില്ലെന്നാണ് CPIM പ്രതികരണം. വിവാദ വ്യവസായി കാരാട്ട് ഫൈസലിനെ കൊടുവള്ളി നഗരസഭയിൽ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ക്ഷുഭിതനായി CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M. മെഹബൂബ്. ഒരു പാർട്ടി തീരുമാനിച്ച സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചോദിക്കാൻ മാധ്യമങ്ങൾക്ക് എന്ത് അവകാശമാണെന്ന് മെഹബൂബ് ചോദിച്ചു. LDFന്റെ എല്ലാ സ്ഥാനാർത്ഥികളും അനുയോജ്യരായവരാണ്. കാരാട്ട് ഫൈസലിനെ കുറിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങളിൽ നിന്നും CPIM ജില്ലാ സെക്രട്ടറി ഒഴിഞ്ഞുമാറുകയും ചെയ്തു. ശരിയായ നിലപാട് അല്ല ആണോ എന്ന് നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയത്? എന്താ ശരിയായ നിലപാടല്ല എന്നൊരു പാർട്ടിയോ ഒരു മുന്നണിയോ തീരുമാനിക്കുന്ന നിലപാടിൽ നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത് ചോദിക്കാൻ? അങ്ങനെ ചോദിക്കാൻ പാടില്ല. കൊടുവള്ളി നഗരസഭയിൽ എല്ലാ സ്ഥാനാർത്ഥികളും അതിനനുസൃതമായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ നിർത്തിയത്. എന്ന് പറഞ്ഞാൽ കാരാട്ട് ഫൈസലല്ല കൊടുവള്ളിയിൽ നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾ 13-ാം തീയതി അത്ഭുതകരമായി നിങ്ങളുടെ ക്യാമറ തിരിച്ചു വിടേണ്ടി വരും. കാരണം കൊടുവള്ളി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. അവിടെ കൊടുവള്ളി മുനിസിപ്പാലിറ്റി ഭരിക്കാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്.
സെഷൻസ് കോടതി 2 വർഷത്തെ തടവിന് ശിക്ഷിച്ചത് വില്ലനായതോടെ തൃശൂരിൽ CPIഎമ്മിന്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെ മാറ്റി. കാട്ടക്കമ്പൽ ഡിവിഷൻ സ്ഥാനാർത്ഥിയും CPIഎം കുന്നുകുളം ഏരിയ കമ്മിറ്റി അംഗവുമായ KP ജയനെയാണ് കോടതി ശിക്ഷയെ തുടർന്ന് മാറ്റിയത്. 2014 പെരുമ്പിലാവിലെ CPIഎം SDPI സംഘർഷത്തെ തുടർന്നുണ്ടായ 3 കേസ് ചാവക്കാട് സെഷൻസ് കോടതിയിലാണ് നടന്നിരുന്നത്. 2018 2 കേസുകളിൽ CPIഎം പ്രവർത്തകരെ കോടതി വെറുതെ വിട്ടു. ഒരു കേസിൽ CPIഎം പ്രവർത്തകരെ 2 വർഷത്തേക്ക് തടവിന് ശിക്ഷിച്ചിരുന്നു. അന്ന് തന്നെ ജാമ്യം ലഭിച്ച് പുറത്തു വരികയും ചെയ്തു. മേൽക്കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും ശിക്ഷ സ്റ്റേ ചെയ്യാതെ ശിക്ഷ നടപ്പിലാക്കുന്നത് മാത്രം സ്റ്റേ ചെയ്തു. 2 വർഷവും 2 വർഷത്തിൽ കൂടുതലും ശിക്ഷിച്ചവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യത കൽപ്പിച്ചിട്ടുണ്ടെന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരുന്നതിനിടെയാണ് ജയന് മത്സരിക്കാൻ നിയമ തടസ്സമുള്ളതായി നിയമവൃത്തങ്ങൾ സൂചന നൽകിയത്. പുതിയ വിവരങ്ങൾ പുറത്തുവന്നതിനു ശേഷം അടിയന്തരമായി ചേർന്ന CPIഎം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം KP ജയനെ മാറ്റുവാനും ഏരിയ കമ്മിറ്റി അംഗം AV പ്രശാന്തനെ ജില്ലാ പഞ്ചായത്ത് കാട്ടാക്കാമ്പാൽ LDF സ്ഥാനാർത്ഥിയാക്കാനും തീരുമാനമാക്കുകയായിരുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഒരു വീട്ടിൽ നിന്നും 2 സ്ഥാനാർത്ഥികൾ. അച്ഛനും മകനും സ്ഥാനാർത്ഥികളായി രംഗത്തിറങ്ങിയതോടെ തെരഞ്ഞെടുപ്പ് ഇവർക്ക് കുടുംബകാര്യമാണ്. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ 20ാം വാർഡിലാണ് UDF സ്ഥാനാർത്ഥിയായി പിതാവ് KR അശോകൻ മത്സരിക്കുന്നത്. മകൻ KA മാനവേന്ദ്രൻ 22ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ KR അശോകൻ 2000 മുതൽ 2015 വരെ 3 വട്ടം പഞ്ചായത്ത് അംഗമായിരുന്നു. വിന്നബിലിറ്റി ഉള്ള ഒരാള് വരണം എന്ന് വാശി പിടിച്ചു. അപ്പൊ എനിക്ക് തോന്നി ഇത് അപരമത വിദ്വേഷം ഈ നാട്ടിൽ പരത്തുന്ന ആളുകളെ ഒഴിവാക്കണം എന്ന് എൻ്റെ ഒരു അദമ്യമായ മോഹമാണ്. ഈ ജനാധിപത്യം ഇവിടെ ഉണ്ടാവണം, മതേതരത്വം പുലരണം. എൻ്റെ മകൻ ഒരു കോൺഗ്രസ്സുകാരനായി ഈ നാട്ടിൽ എല്ലാവരും ഒന്നിച്ച് ജീവിക്കണം, ഒന്നിച്ച് മരിക്കണം എന്ന് പറയുന്ന ആ ഒരു പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നത് എനിക്ക് അതിയായ അഭിമാനമാണ്. അതിൽ അവൻ സ്ഥാനാർത്ഥിയായാലും എനിക്ക് അഭിമാനമുണ്ട്. എനിക്ക് ഈ വാർഡിനെ കുറിച്ച് ഒരു സങ്കടവുമില്ല. ഇത് എൻ്റെ കയ്യിൽ തന്നെയാണ്. അശോകന്റെ മകൻ മാനവേന്ദ്രൻ 22കാരനായ നിയമ വിദ്യാർത്ഥിയാണ്. മലയാളം, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദത്തിനും പഠിച്ചു വരികയാണ് 22 വയസ്സുകാരനായ ഈ സ്ഥാനാർത്ഥി. രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ ജാഗ്രത വേണ്ടുന്ന ഒരു കാലമാണിത്. പാരമ്പര്യം, പൈതൃകം അത് ഉണ്ട്. കണിശമായിട്ടും അതൊരു വലിയ പ്രചോദനം ആണ്. അതാണ് മാത്രമല്ല വിന്നബിലിറ്റി അതിലൊരു ഘടകമാണ്. ചെറുപ്പക്കാരൻ എന്ന രീതിയിലുപരി ജനങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഇടപെടാനും അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ട്. നമ്മളത് കണിശമായിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് ചെയ്യും. ഞങ്ങളിവിടെ 323 വോട്ടിനാണ് എൻ്റെ പിതാവ് മത്സരിക്കുമ്പോൾ ജയിച്ചത്. അത്ര വലിയ ഭൂരിപക്ഷം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്, ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ്. നിശ്ചയമായിട്ട് ഞങ്ങൾ ചെയ്യും. അച്ഛന്റെ പാത പിന്തുടർന്ന മകന് വഴികാട്ടിയായി അച്ഛനും തിരഞ്ഞെടുപ്പ് ഗോതയിൽ അംഗത്തിനിറങ്ങുമ്പോൾ ഇരുവർക്കും ശുഭപ്രതീക്ഷയാണുള്ളത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. വയലാർ രാമവർമ്മ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന വയലാർ അവാർഡ് നൈറ്റ് നവംബർ 21-ന് തൃശൂർ സംഗീത നാടക അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങ് വയലാർ ശരചന്ദ്ര വർമ്മ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത പിന്നണി ഗായകൻ ബിജു നാരായണൻ 25 വയലാർ അവാർഡ് സമ്മാനിക്കും. കൈരളി അഗ്രികൾച്ചർ ചെയർമാൻ KV അശോകൻ, സൂര്യഭാരതി ഗ്രൂപ്പ് ചെയർമാൻ മനോജ് കുമാർ KP, സംഗീത സംവിധായകരായ ഔസേപ്പച്ചൻ, വിദ്യാധരൻ മാസ്റ്റർ, മോഹൻ സിത്താര, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MP സുരേന്ദ്രൻ, മിമിക്രി ആർട്ടിസ്റ്റ് സതീഷ് കലാഭവൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോസ് ആലുക്കാസ്, അബ്ദുൾ സമദ് സമദാനി MP, വയലാർ ഫൗണ്ടേഷൻ ചെയർമാൻ ഉണ്ണി വിയൂർ, കണ്ണൻ പണിക്കർ, സിനിമ സീരിയൽ താരം ലിഷോയ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. പരിപാടിയിൽ ബിജു നാരായണന്റെ നേതൃത്വത്തിൽ വയലാറിന്റെ എക്കാലത്തെ മികച്ച ഗാനങ്ങളും അവതരിപ്പിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സീറ്റ് നിഷേധിച്ചതിൽ പരസ്യ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഷീർ പള്ളിവയൽ. നമ്മുടെ പാർട്ടിയിൽ അടിത്തട്ടിൽ ഇറങ്ങി പണിയെടുക്കരുത്, എടുത്താൽ കൂടെയുള്ളവരും മുന്നണിക്കാരും നമ്മുടെ ശത്രുക്കളാകും. മേൽത്തട്ടിൽ ഇരുന്ന് കൈവീശി കാണിക്കുന്നതാണ് ഉചിതം. 19 വർഷത്തെ ജീവിതാനുഭവത്തിൽ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ആയതാണ് നമ്മൾ ചെയ്ത തെറ്റെന്നും ജഷീർ പള്ളിവയൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. പിന്നാലെ ജഷീർ പള്ളിവയൽ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു.
സീറ്റ് നിഷേധിച്ചതിൽ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ജഷീർ പള്ളിവയൽ. ഫേസ്ബുക്കിലൂടെയാണ് ഒരു പരസ്യ പ്രതികരണം നടത്തിയിരിക്കുന്നത്. നമ്മുടെ പാർട്ടിയിൽ അടിത്തട്ടിൽ ഇറങ്ങി പണിയെടുക്കരുതെന്നും എടുത്താൽ കൂടെയുള്ളവരും മുന്നണിക്കാരും നമ്മളെ ശത്രുക്കളാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മേൽത്തട്ടിലിരുന്ന് കൈവീശി കാണിക്കുന്നതാണ് ഉചിതം. 19 വർഷത്തെ ജീവിതാനുഭവത്തിൽ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ആയതാണ് നമ്മൾ ചെയ്ത തെറ്റെന്നും ജഷീർ പള്ളിവയൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. പിന്നാലെ ജഷീർ പള്ളിവയൽ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. മലപ്പുറം അരീക്കോട് മകളെ ബലാത്സംഗം ചെയ്ത കേസിൽ പിതാവിന് വിവിധ വകുപ്പുകളിലായി 178 വർഷം കഠിന തടവ്. 11 വയസ്സുകാരിയായ മകളെ ബലാത്സംഗം ചെയ്ത കേസിലാണ് മഞ്ചേരി പോക്സോ കോടതിയുടെ വിധി. പോക്സോ നിയമത്തിലെ ബലാത്സംഗം, അതിക്രമിച്ചു കടക്കൽ, ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് 178 വർഷം ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയെന്നതിനാൽ 178 വർഷത്തെ കഠിന തടവ് ശിക്ഷ 40 വർഷമായി മാറും. 2022 ജൂണിലാണ് കേസിന് ആസ്പദമായ സംഭവം. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 11-കാരിയെ 46-കാരനായ പിതാവ് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. 3 തവണ ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി. അയൽവാസിയായ ഭിന്നശേഷിക്കാരിയെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്ത കേസിലും പ്രതിയാണ് ഇയാൾ. നിലവിൽ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് പ്രതി. 10 വർഷത്തെ കഠിന തടവാണ് മഞ്ചേരി കോടതി ഈ കേസിൽ ശിക്ഷ വിധിച്ചത്. തവണ നിരന്തരമായി കുട്ടിയെ ഇത്തരത്തിൽ പീഡനത്തിന് വിധേയമാക്കിയതിനെ തുടർന്ന് കുട്ടി ഉമ്മയോട് ഈ ഉപ്പയുടെ ഭാഗത്തുനിന്ന് അപമര്യാദമായ പെരുമാറ്റം ഉണ്ടാകുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചു. അതിനെ തുടർന്ന് ഉമ്മ ഉപ്പയുമായി തർക്കത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം ഈ കുട്ടി ഈ കാര്യം ഉമ്മയോട് വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ അടിവയറിന് ഈ ഉപ്പ ചവിട്ടുകയാണ് ഉണ്ടായത്. എന്നാൽ അതിനെ തുടർന്ന് സ്കൂളിൽ പോയ കുട്ടിക്ക് സ്വകാര്യ ഭാഗത്തുനിന്ന് ബ്ലീഡിങ് വരികയും ആ ബ്ലീഡിങ് വന്നതിനെ തുടർന്ന് ടീച്ചർ ഉമ്മയെ വിളിച്ചു വരുത്തി കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് അയക്കുകയുമാണ് ഉണ്ടായത്. 3 തവണ നിരന്തരമായി കുട്ടി തിരുവനന്തപുരം പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം ക്രമക്കേടിൽ BJP നേതാക്കൾക്കെതിരെ നടപടി. സഹകരണ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റായിരുന്ന BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് 43 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന് സഹകരണ വകുപ്പ് ഉത്തരവിട്ടു. ബാങ്ക് പ്രസിഡന്റും RSS മുൻ ശാരീരിക പ്രമുഖനുമായിരുന്ന G. പത്മകുമാർ 46 ലക്ഷം രൂപയും അടയ്ക്കണം. ഭരണസമിതി അംഗങ്ങൾ അതേ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ പാടില്ലെന്നാണ് ചട്ടം. ഈ ചട്ടങ്ങൾ ലംഘിച്ച വായ്പയെടുത്ത ബാങ്കിന് 4.16 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയെന്നാണ് സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ. BJP നിയന്ത്രണത്തിലുള്ള സംഘത്തിൽ 16 അംഗ ഭരണസമിതിയാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 7 പേർ 46 ലക്ഷം രൂപയും 9 പേർ 19 ലക്ഷം രൂപയും തിരിച്ചടയ്ക്കണമെന്നും ഉത്തരവുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലറും ഭരണസമിതി അംഗവുമായിരുന്ന തിരുമല അനിൽ സഹകരണ സംഘത്തിന്റെ ഓഫീസിൽ ജീവനൊടുക്കുകയായിരുന്നു. ഇടുക്കി ചെറുതോണിയിൽ സ്കൂൾ ബസ് കയറി വിദ്യാർത്ഥി മരിച്ചു. പഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിലെ പ്ലേ സ്കൂൾ വിദ്യാർത്ഥിയായ ഹേസൽ ബെൻ ആണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഇനായ ഫൈസൽ എന്ന വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റു. സ്കൂൾ മുറ്റത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. സ്കൂൾ ബസ് വന്നിറങ്ങിയ കുട്ടി ക്ലാസ്സിനകത്തേക്ക് കയറാനായി ബസ്സിന് പിന്നിലൂടെ നടക്കുന്നതിനിടയിൽ മറ്റൊരു സ്കൂൾ ബസ് ഇടിക്കുകയായിരുന്നു. ബസ് കുട്ടിയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങി. കുട്ടിയെ ഉടൻ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. IPL ജേതാക്കൾക്കുള്ള സ്വീകരണ ചടങ്ങിനിടെ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും RCB ടീമിനെന്ന് കർണാടക CIDയുടെ കുറ്റപത്രം. പരിപാടി സംഘടിപ്പിച്ച ഇവന്റ് മാനേജ്മെന്റ് കമ്പനി DNA എന്റർടൈൻമെന്റ്സ്, കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ എന്നിവർക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. 2200 പേജുള്ള കുറ്റപത്രമാണ് CID സമർപ്പിച്ചത്. ടിക്കറ്റും അതിന്റെ ലഭ്യതയുമായി ബന്ധപ്പെട്ട RCB ആശയക്കുഴപ്പം സൃഷ്ടിച്ചെന്നും പരിപാടിയുമായി ബന്ധപ്പെട്ട വേണ്ട ഏകോപനം നടത്തിയില്ലെന്നുമാണ് കുറ്റപത്രത്തിലെ കണ്ടെത്തൽ. 15ഓളം വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ ബംഗളൂരു നഗരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാനാകൂ.
ഇതിന് ദിവസങ്ങളെടുക്കും. എന്നാൽ IPL ഫൈനലിന് മുമ്പ് തന്നെ RCB ട്രോഫി പരേഡും വിജയാഘോഷവും നടത്താൻ അനുമതി തേടിയിരുന്നു. വേണ്ട മുന്നൊരുക്കങ്ങളില്ലാതെ സമർപ്പിച്ച അപേക്ഷ അധികൃതർ നിരസിച്ചെങ്കിലും വിജയാഘോഷം നടക്കുമെന്ന് RCB സമൂഹ മാധ്യമത്തിൽ അറിയിപ്പ് നൽകി. ഇതാണ് ആരാധകർ കൂട്ടത്തോടെ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നതിലേക്ക് നയിച്ചത് എന്നും CID കുറ്റപത്രത്തിൽ പറയുന്നു.